ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ അമ്മാവൻ രാഘവനാ എല്ലാറ്റിനും അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ആ ലേലം പിടിക്കാൻ ഞാൻ പെട്ട പാട്. അതിനിടയിൽ വിനയനെ പിന്നെ കാണാൻ സാധിച്ചതുമില്ല. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയാണ് ലക്ഷ്മി. പക്ഷെ അത് നടന്നില്ല. ഒടുവിൽ വളരെ അപ്രതീക്ഷിതമായി അർച്ചന എന്റെ ലൈഫിലേക്ക് വന്നു. പിന്നീട് ഞാൻ അറിഞ്ഞത് ലക്ഷ്മി ഗോവിന്ദ് എന്ന ആയുർവേദ ഡോക്ടറെ വിവാഹം കഴിച്ച് വിദേശത്തേക്ക് പോയിന്നാണ്. അതിനുശേഷം ലക്ഷ്മിയെക്കുറിച്ച് ഒരു വിവരമില്ലായിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി അർച്ചനയുടെ വളകാപ്പ് ചടങ്ങിന് ലക്ഷ്മി വന്നു. ലക്ഷ്മിക്ക് ഒരു പ്രോബ്ലം ഉള്ളതായി അവൾ പറഞ്ഞതുമില്ല, ഞങ്ങൾക്ക് തോന്നിയതുമില്ല. പിന്നീട് ഞാൻ അവളെ ഈ ഹോസ്പിറ്റലിൽ വെച്ച കാണുന്നത്. ഈ കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സന്ധ്യച്ചി. വീണ എന്ന പേരിലൊരു പേഷ്യന്റ് ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ ഒരുപാട് അന്വേഷിച്ചു. കാർഡിയോയില് വീണ എന്നൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നില്ല. കുറച്ചു മുൻപ് സർജനെ കാണാൻ ഞാൻ ഇവിടേക്ക് വന്നു. അപ്പോഴാ ഞാൻ ആ കുട്ടി എവിടെ വെച്ച് കണ്ടതും എനിക്ക് സംശയം തോന്നിയതും. ലക്ഷ്മിക്ക് സത്യത്തിൽ എന്താ സംഭവിച്ചത്? ലക്ഷ്മിക്ക് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന ഹാർട്ട് കണ്ടീഷന്. ഡോക്ടർ എന്ന് പറഞ്ഞ് ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായൊരു കാർഡിയാക് പ്രോബ്ലം ആണിത്. ഇറ്റ്സ് വെരി സീരിയസ്. അതായത് ഹൃദയത്തിന് ശരിയായ രീതിയിൽ രക്തം പമ്പ് ചെയ്യാൻ സാധിക്കില്ല. ആദ്യത് തിരിച്ചറിഞ്ഞ് സർജറി നടത്തിയ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ലക്ഷ്മിയുടെ കാര്യത്തില് ഇനിയൊരു പ്രതീക്ഷയ്ക്കും സ്കോപ്പില്ല. ഡോക്ടർ, എന്താ ഈ പറയുന്നേ? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. സച്ചിന്റെ കൂടെ വാ. അങ്കിൾ ചായ.
ഇതുവരെ നിന്റെ ചേച്ചി എന്തിനാണ് ഈ കുടുംബത്തോട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായി. വിനയചന്ദ്രനും ഞാനും എത്ര നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്ന് നിനക്കറിയാവോ? സഹോദരങ്ങളെ പോലെയായിരുന്നു ഞങ്ങൾ. എല്ലാറ്റിനും ഞാൻ പറയുന്നതായിരുന്നു അവൻ അവസാന വാക്ക്. അവൻ എന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോക്കായിരുന്നു നിന്റെ അച്ഛന്റെ മരണം. ഒരുമിച്ച് ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ട് ഒടുവിൽ അവസാന നിമിഷം ആരോടും പറയാതെ അവൻ പിൻവാങ്ങി. ഒരു വലിയ തുകയാ നിന്റെ അച്ഛൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അത് അവന്റെ ഏതോ പ്രോപ്പർട്ടിയോ മറ്റോ വിറ്റ് കിട്ടുന്ന പണമായിരുന്നു. നിന്റെ അമ്മാവൻ രാഘവനാ എല്ലാറ്റിനും അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ആ ലേലം പിടിക്കാൻ ഞാൻ പെട്ട പാട്. അതിനിടയിൽ വിനയനെ പിന്നെ കാണാൻ സാധിച്ചതുമില്ല. നിന്റെ അച്ഛൻ പിന്മാറിയതുകൊണ്ട് പകരം 2 പാർട്ട്നേഴ്സിനെ എനിക്ക് ആ ബിസിനസ്സിൽ ചേർക്കേണ്ടി വന്നു. പക്ഷേ വിനയൻ വിശ്വസിച്ചത് ഞാൻ അവനെ ചതിച്ചുവെന്നാ. മംഗലാപുരം വരെ പോയി തിരിച്ചു വന്ന ഞാൻ കേൾക്കുന്നത് നിന്റെ അച്ഛന്റെ മരണവാർത്തയാ. എന്നോടൊരു വാക്ക് പോലും പറയാതെയാ അവൻ പോയത്. പക്ഷേ ഇതെല്ലാം നിന്റെ ചേച്ചി തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ കാരണമാ നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തേന്നാ നിന്റെ ചേച്ചി വിശ്വസിക്കുന്നത്. അതിന്റെ പ്രതികാരമാ അവൾ ഈ കുടുംബത്തോട് ചെയ്യുന്നതെല്ലാം. മോളെ, ഇത്രയും നാളത്തെ നിന്റെ അനുഭവം വെച്ച് ഈ ഞാൻ അങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബിസിനസിന്റെ ഡോക്യുമെന്റുകൾ തയ്യാറാക്കാനും ഉണ്ടാക്കാനും എല്ലാ കാര്യത്തിനും നിന്റെ അച്ഛനോടൊപ്പം കൂടെ നിന്നത് നിന്റെ അമ്മാവൻ രാഘവനല്ലേ? അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അയാളോട് ചോദിച്ചാൽ അറിയാം സത്യങ്ങളെല്ലാം. എനിക്ക് അങ്കിളുടെ വിശ്വാസം. ആദ്യം ഞാൻ ഇവിടേക്ക് വന്നപ്പോ ഇവിടെ ഉള്ളവരെ കുറിച്ച് ചേച്ചി എന്നോടും കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു.